പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഭക്തൻ ഇപ്രകാരം എഴുതുവാനിടയായി, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കട്ടങ്ങൾ സാരമില്ല എന്നു ഞാൻ എണ്ണുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും അനുഭവങ്ങളിൽ കൂടെയാണ് ഏവരും കടന്നു പോകുന്നത്. ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയങ്ങൾ വളരെ കുറവാണ്. തൻ്റെ ആയുസ്സിൽ കഷ്ടതയേറെ അനുഭവിച്ച ഇയ്യോബ് പറയുന്നത് ഇപ്രകാരമാണ്: സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ട സമ്പൂർണനുമാകുന്നു. അതുപോലെ അനവധി കഷ്ടങ്ങൾ അനുഭവിച്ച ഇരമ്യാ പ്രവാചകൻ ഹൃദയം നുറുങ്ങി ദൈവത്തോട് ചോദിക്കുന്നു, കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ലോകത്തെവിടെയും നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും ശബ്ദം മാത്രമേ കേൾക്കുവാനുള്ളൂ. എന്നാൽ സുവിശേഷ വേല നിമിത്തം പൗലോസ് ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ സമയത്തും പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് മാത്രമല്ല, ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ദുരിതപൂർണമായ ജീവിതത്തിൽ വല്ലപ്പോഴും സന്തോഷത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ മനുഷ്യർ പലവിധത്തിൽ അത് ആഘോഷിക്കുന്നു. ലോക മനുഷ്യർ ആടിയും പാടിയും കൂത്താടിയും സിനിമയും മദ്യവും മദിരാശിയുമായും അവസരങ്ങളെ ഉപയോഗിക്കുന്നു. ദൈവത്തെ മറന്ന് പലതും ചെയ്യുന്നു. അവസാനം ആക്രമണങ്ങളിലേക്കോ കൊലപാതകത്തിലേക്കോ നിരാശയിലേക്കോ കഷ്ടനഷ്ടങ്ങളിലേക്കോ അത് ചെന്ന് അവസാനിക്കുന്നു. സുബോധം നഷ്ടപ്പെട്ട് സന്തോഷം ആഘോഷിച്ച ബാബേൽ രാജാവിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളുടെ സന്തോഷവേളകളിൽ അവർ ദൈവസന്നിധിയിൽ പാടി ആരാധിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യും. അതാണ് സത്യം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ചുരുക്കത്തിൽ ദൈവമക്കൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അവർ അത് ദൈവസന്നിധിയിൽ പങ്കിടുന്നു. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുമെന്ന് ഭക്തൻ പാടുകയും ചെയ്യുന്നു. യോബിന് നേരിട്ടതുപോലുള്ള പരീക്ഷകളും കഷ്ടങ്ങളും മറ്റൊരു ഭക്തനും ഉണ്ടാകുവാനിടയില്ല. എന്നാൽ അപ്പോഴും താൻ പറയുന്നത്, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്ന് യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പാടി സന്തോഷിക്കുകയാണ്. പ്രിയ ദൈവപൈതലേ, നിരവധി ഘട്ടങ്ങളിൽ കൂടെ ഇന്ന് പ്രഭാതം കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. സാരമില്ല കുഞ്ഞെ, ഒരു നിത്യ സന്തോഷം നിനക്കായി ആമേൻ സ്വർഗം കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ കർത്താവിനെ ആമേൻ സ്തോത്രം പിൻപറ്റുകയാണെങ്കിൽ, ആരാധിക്കുകയാണെങ്കിൽ, മഹത്വപ്പെടുത്തുകയാണെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ നിശ്ചയമായും കർത്താവിൻ്റെ കരത്തിലിരുന്ന് ഇന്ന് പകൽക്കാലം ഒരു നുറുങ്ങുന്ന അനുഭവമാണെങ്കിൽ അത് വാഴ്ത്തി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ അവൻ ശക്തനാണ്. ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാമോ? നമ്മെ ഈ പ്രഭാതം ആമേ സ്തോത്രം ഹാലേലൂയ ആമേ ഭക്തനോടുകൂടെ ചേർന്ന് നമുക്കും പറയുവാനിടയാകട്ടെ. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ തക്കവണ്ണം ഈ പ്രഭാതം നമുക്ക് എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ ആമേൻ. ആരൊക്കെ നമ്മെ കൈവിട്ടാലും, ആരൊക്കെ നമ്മെ മറന്നാലും, ആരൊക്കെ നിന്ദിച്ചാലും പരിഹസിച്ചാലും ആമേൻ, ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ സ്തോത്രം ഈ കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ, നിത്യ തേജസ്സിനെ ഓർത്തുകൊണ്ട് ആമേൻ ദൈവത്തിന് നമുക്ക് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളെ ഒത്തിരി ആമേൻ കർത്താവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും കൈത്താങ്ങുകയും ഒക്കെ ചെയ്ത അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ തലമുറകളെ ഞങ്ങൾ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. രോഗികളായി കർത്താവെ ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചവർ, കർത്താവെ ആമേൻ ഭവനങ്ങളിൽ ആമേൻ വിശ്രമിക്കുന്നവർ, വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്നവർ, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെ ആമേൻ സ്തോത്രം ഹാലേലൂയ ആമേൻ. കുഞ്ഞുങ്ങളുടെ പുതിയ ആമേൻ പുത്തൻ വിദ്യാഭ്യാസ
വിദ്യാഭ്യാസങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പ്രവേശിപ്പാൻ സാമ്പത്തികമായി ഞരങ്ങുന്ന അനേക പ്രിയപ്പെട്ടവർ അവരെല്ലാം ഈ പ്രഭാതം ഓർക്കുന്ന കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയെല്ലാം സ്തോത്രം ഒരു സന്തോഷത്തിന് വക നൽകി ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും പകരണം. ഈ ഭൂമിയുടെ സമൃദ്ധി കൊണ്ടും സ്വർഗീയ കൃപാവരങ്ങൾ കൊണ്ടും ആദരിച്ച് അനുഗ്രഹിക്കും. മഹത്വം അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.